ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കല്യാണിയുടെ കോമ്പറ്റീഷനൊക്കെ തുടങ്ങി. കല്യാണി പടമൊക്കെ വരയ്ക്കുവാണ് കേട്ടോ. ഇതൊക്കെ ടി വി കൂടെയും ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കണ്ട് സരയു ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അതേ നോക്ക്, ഒരുത്തോള് വരയ്ക്കുന്ന കണ്ടില്ലേ, കണ്ടിട്ട് എനിക്ക് കലി വന്നിട്ട് പാടില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും സരയുവിനോട് ശാരി പറയുന്നുണ്ട്, ഓരോരുത്തരുടെ യോഗം അല്ലാതെ എന്ത് പറയാനാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സരി പറയുന്നുണ്ട്, അത് നേരാ, ആൻറ്റിയുടെ അടുത്തായിരുന്ന സമയത്ത് നമ്മുടെ സമയം ശരിയായിരുന്നു. എനിക്ക് പക്ഷേ ഇപ്പോൾ ആൻറ്റീനെയാണ് ഡൗട്ട്. ആൻറ്റി ഇപ്പം നമ്മളെ പറ്റിക്കുവാണോ എന്ന് എനിക്ക് തോന്നുന്നേ. ഇങ്ങനെ കൂടെ നടന്നു എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് രാഹുൽ പറയുവാണ്, എനിക്കെൻ്റെ അനിയത്തിനെ അറിയാം, അവളൊരിക്കലും ചതിക്കുകയില്ല എന്ന് പറയുമ്പോഴത്തേക്കും ശാരി പെട്ടെന്ന് പറയുകയാണ്, അത് നേരാ, ചതിയും വഞ്ചനയൊക്കെ നിങ്ങളെപ്പോലെ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഇത്ര നാറിയ കളി കളിക്കാനും ഇതുപോലെയൊക്കെ പെരുമാറാനും നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ രാഹുലിന് നല്ല ദേഷ്യം വരുവാണ്. കഴിയുമ്പോൾ രാഹുൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഞാൻ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നേ എന്നൊക്കെ ചോദിക്കുവാണ്. ആ സമയത്ത് സരയു പറയുന്നുണ്ട്, ഓണത്തിൻ്റെ സദ്യക്കിടയിൽ പോലും രണ്ടുപേരും തല്ലായിരുന്നു, കുറച്ച് മനസ്സമാധാനം കിട്ടിയായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് രാഹുൽ പറയാണ്, മനസ്സമാധാനം കിട്ടാൻ നിൻ്റെ ഭർത്താവ് എന്തേ, ഇപ്പം പുറത്തുപോയി വേറെ ആരെങ്കിലും കിട്ടിയേക്കുമായിരിക്കും എന്ന് പറയുമ്പോഴേക്കും സരയുവിന് ദേഷ്യം വരുവാണ് കേട്ടോ. സരയു പറയണം, എഴുന്നേറ്റ് പോ, അച്ഛൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ രാഹുലിനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് വിടുവാണ് കേട്ടോ. അതേസമയം സി എസും രൂപയും എല്ലാവരും കൂടി ഇരുന്ന് കല്യാണി പടം വരയ്ക്കുന്നത് കാണുവാണ്. അപ്പോഴത്തേക്കും കല്യാണിൻ്റെ അമ്മ പറയുന്നുണ്ട്, അവൾക്ക് പതർച്ചയൊന്നും ഇല്ലല്ലേ മോനെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കിരൺ പറയുന്നുണ്ട്, അവളുടെ മേത്ത് പടം വരച്ചു കൊടുക്കുമ്പോൾ എന്തോ ഒരു ബാധ കയറും, ഒരു ശക്തി കൂടിയ പോലെ, പിന്നെ പടപടാന്ന് ഓരോന്നങ്ങ് ചെയ്തോളും എന്ന് പറയുവാണ്. ആ സമയത്ത് സി എസ് പറയാണ്, അതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണ്, മോള് തോക്കണേന്നും പ്രാർത്ഥിച്ച് ഇന്ന് ഒരുപാട് ആൾക്കാരുണ്ട് ചുറ്റും, നമുക്ക് തന്നെ അറിയാമല്ലോ എന്നിങ്ങനെ പറയുവാണ്. പിന്നെ കാണിക്കുന്ന കാർത്തികേനെയാണ്. കാർത്തിക കല്യാണിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ട് വരുവാണ് കേട്ടോ. അപ്പോൾ പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന കാർത്തികേനെ കാണുമ്പോൾ മുത്തശ്ശി ചോദിക്കുക, എന്താ മോളെ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ, പൊതുവെ രാവിലെയും വൈകിട്ടും ആണല്ലോ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിക്കുമ്പം കാർത്തിക പറയാണ്, അല്ല ഇന്ന് കല്യാണിയുടെ കോമ്പറ്റീഷനൊക്കെ അല്ലേ, ജയിക്കരുതെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാ എന്ന് പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അതിന് അവർ പറയുന്നുണ്ട്, അതൊക്കെ റെക്കമെൻഡേഷൻ വഴി കിട്ടുന്നതായിരിക്കും മോളെ, കിട്ടുവാണെങ്കിൽ തന്നെ അവളുടെ ആ അപ്പനില്ലേ, അമ്മായിയപ്പൻ, അങ്ങേർക്ക് എന്തേരം കാശാ അങ്ങനെ പറഞ്ഞൊക്കെ കിട്ടുന്ന, മോൾക്ക് ഒരുപാട് പിടിപാടൊക്കെ ഉള്ളതല്ലേ, മോള് വിളിച്ചു പറഞ്ഞാൽ അപ്പോൾ അവൾക്ക് അത് കിട്ടാതിരിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കാർത്തി പറയണേ, ഇത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുകയില്ല, കഴിവുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശി പറയും, എന്നാൽ പേടിക്കണ്ട, അവൾ ഉറപ്പായിട്ടും തോറ്റോളും എന്ന് പറഞ്ഞ് നേരെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്നിട്ട് അവിടെ ചെന്ന് കല്യാണം തോക്കാൻ വേണ്ടി ഭയങ്കര പ്രാർത്ഥനയൊക്കെയാണ്. അത് കഴിയുമ്പോഴത്തേക്കും കോമ്പറ്റീഷനൊക്കെ കഴിയുവാണ്. ജഡ്ജസൊക്കെ ഓരോ പടങ്ങൾ കാണുകയും അത് വിലയിരുത്തുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ. ഓരോരുത്തരെയും പടമൊക്കെ വരച്ചത് കാണിക്കുന്നുണ്ട്. കല്യാണിനെ ചെറുപ്പത്തിലുണ്ടായ അനുഭവം വെച്ച് അച്ഛൻ കാലിത്തൊഴുത്തിൽ കിടത്തിയ പടമൊക്കെയാണ് വരച്ചേക്കുന്നത്. കല്യാണി അവിടെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് കേട്ടോ. അവരോരോ ചിത്രങ്ങൾ കണ്ട് കറക്റ്റായിട്ട് വിമർശിക്കുകയോ പറയുകയൊക്കെ ചെയ്യുവാണ്. അതെല്ലാം ടി വിയിലൂടെ വീട്ടിലൊക്കെ ഇരുന്ന് എല്ലാവരും കാണുവാണ് കേട്ടോ. ആ സമയത്ത് കിരണിനൊരു കോള് വരുവാണ്. ക്രിസ്റ്റീനെയാണ് വിളിക്കുന്നത്. ക്രിസ്റ്റീനെ വിളിച്ചിട്ട്, എന്തുണ്ട് സാർ വിശേഷം, ടെൻഷനായിരിക്കുമല്ലേ വൈഫ് പോയതിൻ്റെ, കോമ്പറ്റീഷൻ എന്തായാലും മാഡം ജയിക്കും എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും കിരൺ പറയുന്നുണ്ട്, ഓണമായിട്ട് എന്താ ഇതിലേ ഇറങ്ങാത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും ക്രിസ്റ്റീന പറയാണ്, കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സാർ, അതാന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കിരൺ എല്ലാവരോടും പറയുകയാണ്, പുതിയതായിട്ട് ഹയർ ചെയ്ത പെങ്കൊച്ചാ, ഇച്ചിരി സ്മാർട്ടാ, ആൾ വിളിച്ചതാ എന്ന് പറയുമ്പോഴത്തേക്ക് രതീഷോട് പറയുന്നുണ്ട്, സ്മാർട്ടല്ല, ഇച്ചിരി ഓവർ സ്മാർട്ടാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് സി എസ് പറയുന്നുണ്ട്, ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലെ കോർപ്പറേറ്റ് കമ്പനിയിലൊക്കെ പിടിച്ചേക്കണമെങ്കിൽ ഇച്ചിരി ഓവർ സ്മാർട്ടൊക്കെ ആയാലേ ശരിയാവുള്ളൂ എന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് കല്യാണി വരച്ച പടം കണ്ടു കഴിയുമ്പോഴത്തേക്കും, ഇവളുടെ ചെറുപ്പം തന്നെയാണല്ലോ വരച്ചേക്കുന്നതെന്നും പറഞ്ഞ് അവർ ഓരോരുത്തരും പരസ്പരം സംസാരിക്കുവാണ് കേട്ടോ. അപ്പോഴും കാദംബരി പറയുന്നുണ്ട്, എന്നാലും ആ കാർത്തിക ചേച്ചിക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ ഓർക്കുന്നത്, അച്ഛനൊക്കെ ഇത്രയും നല്ലൊരു സമയം വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല, ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സോണി പറയുന്നുണ്ട്, പുള്ളിക്കാരി അത്ര മണ്ടിയാന്ന് എനിക്ക് തോന്നുന്നില്ല, എന്തേലും കാര്യം കാണുമായിരിക്കും, ഇവരുടെ കാര്യം കൊണ്ടൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പരസ്പരം സംസാരിക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും സരയും ശാരിയും രാഹുലിൻ്റെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുൽ അങ്ങ് വന്നിട്ട് പറയാണ്, എന്നെ കണ്ടുകൊണ്ട് ഇനിയിപ്പോൾ പയ്യൊന്നും പറയണ്ട, പറയാനുള്ള കാര്യങ്ങൾ ഓർക്കെ തന്നെ പറഞ്ഞു, എന്നെ ഇപ്പോൾ SI വിളിച്ചിരുന്നു എന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ശാരി ഒന്ന് ഞെട്ടുവാണ്. അപ്പോഴത്തേക്ക് ശാരി ചോദിക്കുകയാണ്, നിങ്ങളെ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പം രാഹുൽ പറയുകയാണ്, ഒരുത്തോളം ബോധമില്ലാതെ ആശുപത്രി കിടപ്പുണ്ടല്ലോ, ആ CS ഒക്കെ പ്രിയപ്പെട്ടോളൂ, അത് എൻ്റെ തലയിലോട്ട് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അതിന് ഞാനാണോ ഉത്തരവാദി എന്ന് ചോദിച്ച് വിളിച്ചതാ, എൻ്റെ മോൾ അവളുടെ മോളാന്ന് പറഞ്ഞാണല്ലോ അവൾ നടക്കുന്നതെന്നൊക്കെ പറയുവാണ് കേട്ടോ.
ഇത് കേൾക്കുമ്പോഴേക്കും ഷാരിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഷാരി പറയണം, നിങ്ങൾ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിക്കരുത്. നിങ്ങൾ ഒറ്റ ഒരുത്തം കാരണമാണ് എൻ്റെ ജീവിതം പോയെന്ന് പറഞ്ഞ് രാഹുലിനെതിരെ ഓരോന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് രാഹുലിന് ആകെ കലി കയറിയിട്ട് രാഹുൽ പറയണം, ഇവിടെ സമാധാനം ഇല്ലയെന്ന് പറഞ്ഞ് രാഹുൽ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ഷാരി സരുവിനോട് പറയുന്നുണ്ട്, ഇത്രയും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു വൃത്തികെട്ടവനാണ് മോളുടെ അച്ഛൻ എന്ന് പറയുമ്പോഴത്തേക്കും സരു ചോദിക്കുന്നുണ്ട്, അമ്മ ഇത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മയുടെ മനസ്സിലെന്താ കാര്യം എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. അതേസമയം പ്രകാശനും മുത്തശ്ശിയൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് ടി വി കാണുവാണ് കല്യാണി നോക്കാൻ വേണ്ടിയിട്ട്. കാർത്തിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ അനിയത്തി എന്തായാലും ജയിക്കും, നിങ്ങൾ വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കത്തുള്ളേ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുവാണ്. അയ്യമ്മ പറയുവാണ്, നമ്മളെ കാണിച്ച പോലെ തന്നെ കാലിത്തൊഴുത്തി കിടന്ന പടമാണല്ലോടെ അവൾ വരച്ചേക്കുന്നതെന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് പ്രകാശം പറയാം, എന്താ അമ്മയെ പറഞ്ഞേ, നമ്മളല്ലേ കാലിത്തൊഴുത്തി കിടന്നിരുന്നേ, അവൾ പട്ടുമെത്തേലല്ലായിരുന്നു എന്ന് കാർത്തിക കേൾക്കാൻ വേണ്ടി പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, ഞങ്ങൾ കഞ്ഞിയും മറ്റും കുടിച്ച് കഴിഞ്ഞു, പെമ്മക്കളാണല്ലോ ഇന്നോ നാളെ കെട്ടിച്ചു വിടണല്ലോ എന്നോർത്ത് പൊന്നു പോലെയാണ് നോക്കിയത് എന്നൊക്കെ കഥ തിരിച്ചു പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് കാർത്തിക മനസ്സിൽ പറയുവാണ്, എല്ലാം എനിക്കറിയാം, താൻ കൂടുതൽ അഭിനയിക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.